നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഡൽഹിയിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് യാത്ര മുടങ്ങിയ സംഭവത്തിൽ ശക്തമായ നടപടികളാണ് സതീശൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അപമാനിക്കപ്പെട്ടതായി തോന്നിയപ്പോൾ ഇൻഡിഗോയെ കുറ്റപ്പെടുത്തി കൈകഴുകാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഡൽഹിയിലെ കേരള ഹൗസിലെ പ്രോട്ടോകോൾ ഓഫീസറെ സസ്പെൻഡ് ചെയ്തതോടെ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വ്യക്തമായി. പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെതിരെയാണ് നടപടി വന്നത്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. രാഷ്ട്രീയമായി മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ സർക്കാർ കടുത്ത നടപടിയിലേക്ക് കടന്നത്. സാധാരണയായി VIP യാത്രകൾ ഏകോപിപ്പിക്കുന്നത് പ്രോട്ടോകോൾ വിഭാഗമാണ്. പിണറായിക്ക് VIP പരിഗണന ലഭിക്കാത്തതിൽ വിമാന കമ്പനിയുമായുള്ള ആശയവിനിമയത്തിൽ പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് സർക്കാരിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടിക്ക് സർക്കാർ തയ്യാറായതും. അതേസമയം പിണറായി വിജയനും വ്യക്തിപരമായി ഈ സംഭവം വലിയ തിരിച്ചടിയായി മാറി. ഫ്ലൈറ്റ് യാത്ര മുടങ്ങിയപ്പോൾ ഹെലികോപ്റ്റർ വിളിച്ചു വരുത്തി സഞ്ചരിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയായ ഈ 10 വർഷവും പിണറായിയുടെ രീതി. റോഡ് യാത്രയാണെങ്കിൽ ആ സമയത്ത് പൊതുജനം വഴിയിൽ കിടക്കും. ആംബുലൻസ് വരെ തടഞ്ഞ് വയ്ക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോഴാണ് പിണറായി യാത്രകൾക്കെതിരെ ജനരോഷമുണ്ടായത്. ഇത്ര അകമ്പടി വാഹനങ്ങൾ മുഖ്യമന്ത്രിക്ക് ആവശ്യമുണ്ടോ എന്നതാണ് അപ്പോൾ ചർച്ചയായത്. Z+ സുരക്ഷയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസ് വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പിലെ ഇടത് തിരിച്ചടിക്ക് ഒരു പങ്ക് മുഖ്യമന്ത്രിയുടെ യാത്രകൾ വഹിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇത് മനസ്സിലാക്കിയാണ് Z+ സുരക്ഷ ഒഴിവാക്കി മുന്നിലും പിന്നിലും ഓരോ അകമ്പടി വാഹനം എന്ന രീതി മുഖ്യമന്ത്രി സതീശൻ സ്വീകരിച്ചതും. ഒരു ഏകാധിപതിയുടെ രീതിയിൽ മുഖ്യമന്ത്രിയായി തുടർന്നതുകൊണ്ടാണ് പിണറായിക്കെതിരെ കേരളത്തിൽ ജനവികാരം ഉരുണ്ടുകൂടിയത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പിണറായി ഒറ്റയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം ചർച്ചയാവുന്നത്. കഴിഞ്ഞ ദിവസമാണ് പിണറായിയുടെ ഡൽഹി ഫ്ലൈറ്റ് റദ്ദായതിനെ തുടർന്ന് അദ്ദേഹത്തിന് 5 മണിക്കൂറോളം വിമാനത്തിൽ കാത്തിരിക്കേണ്ടി വന്നത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിലാണ് പിണറായി യാത്ര ചെയ്യേണ്ടിയിരുന്നത്. കേരള ഹൗസിൽ നിന്ന് 1:30 പുറപ്പെട്ട പിണറായി 2:05 തന്നെ വിമാനത്താവളത്തിലെത്തുകയും ലോഞ്ചിൽ വിശ്രമിക്കുകയും ചെയ്തു. ഗേറ്റ് അടയ്ക്കുന്ന സമയം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സംഭവം ശ്രദ്ധിച്ചത്. വിമാന കമ്പനി പ്രതിനിധികൾ കൂട്ടാൻ എത്തിയിട്ടില്ല. വിമാനത്തിൽ കയറാനും കഴിഞ്ഞില്ല. പിന്നീട് രാത്രിയാണ് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അതുവരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടിയും വന്നു. സാധാരണക്കാരനാണെങ്കിൽ ഇത് സാധാരണമാണ്. പക്ഷേ മറുവശത്ത് പിണറായി വിജയനാണ്. ഈ സംഭവം ചൂടൻ വാർത്തയായതും പിണറായി പിന്തുടർന്ന ഈ രീതികൾ കാരണമാണ്. പക്ഷേ പിണറായി നേരിട്ട ഈ സന്നിഗ്ധാവസ്ഥയിൽ UDF സർക്കാർ പിണറായിയെ കൈവിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായത്. വേണമെങ്കിൽ ഇൻഡിഗോ വിമാന കമ്പനിയെ കുറ്റപ്പെടുത്തി സർക്കാരിന് അനായാസം കൈകഴുകാമായിരുന്നു. എന്നാൽ സതീശൻ സർക്കാർ അതിന് തുനിഞ്ഞില്ല. പ്രതിപക്ഷ നേതാവാണ്, VVIP തന്നെയാണ്. അടുത്ത ഭരണം മാറി പ്രതിപക്ഷ നേതാവ് സതീശനാണെങ്കിൽ ഈ അവസ്ഥ അദ്ദേഹത്തിനും വന്നേക്കാം. അതുകൊണ്ട് തന്നെ പിണറായിക്ക് നേരിട്ട ദുരനുഭവം സർക്കാർ ഗൗരവമായി തന്നെ എടുത്തു. പ്രോട്ടോകോൾ ഓഫീസർക്കെതിരെ തന്നെ കർശനമായ നടപടിയും എടുത്തു. എന്തായാലും പിണറായിക്ക് ആശ്വസിക്കാം. പ്രതിപക്ഷ നേതാവിനെ സതീശൻ സർക്കാർ തള്ളിയില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്നും അങ്ങനെ ആവർത്തിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് കസേര കാണില്ലെന്ന് സർക്കാർ തീർച്ചയാക്കുകയും ചെയ്തു.